ഓൺലൈൻ പാപ്പരാസികൾക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി ചലച്ചിത്ര പ്രവർത്തകനായ സാബുമോൻ അബ്ദുൾ സമദ്. സിനിമ താരങ്ങളുടെയും പ്രശസ്തരുടെയും പിന്നാലെ നടന്ന വീഡിയോ പകർത്തുന്ന സംഘങ്ങൾക്ക് എതിരെയാണ് സാബുമോൻ രംഗത്തെത്തിയത്. ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിലാണ് ഇവർ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നത്. എന്നാൽ തിരിഞ്ഞു നിന്ന് ഇവരുടെ വീഡിയോ എടുത്തപ്പോൾ മുഖം മറച്ച് ഓടിത്തള്ളിയെന്നും സാബുമോൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ സാബുമോനോടൊപ്പം സഖിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഖിനിലേക്ക് പോവുകയാണ്. സാബുമോനോടൊപ്പമുണ്ട് സഖിൻ. സംഗീത സാധാരണ കാണാത്ത ഒരു പ്രവൃത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം നടൻ ഒപ്പം തന്നെ അഭിഭാഷകനുമായ സാബുമോൻ അബ്ദുൾ സമദിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. കാരണം നമ്മളെല്ലാവരും കാണുന്നതാണ് ഓൺലൈൻ മീഡിയകളിൽ സാധാരണ അങ്ങോട്ടാണ് ആക്ടേഴ്സിനാണ് വിഷ്വൽ എടുക്കുന്നത്. പക്ഷേ സാബുമോൻ നേരെ തിരിച്ചായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത്. എന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? കാരണം ഈ ആളുകളെയൊക്കെ ഒന്ന് ചിത്രങ്ങളിൽ പകർത്തണമെന്ന് തോന്നിയത്? ഞാൻ നിങ്ങളുടെ ഒരു ലൈവ് നേരത്തെ ഉണ്ടായിരുന്നു, ഒരു ഫോൺ വഴി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം ഈ മുഖമില്ലാതെ അഡ്രസ്സ് ഇല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് പിറകിൽ ആരാണ് എന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ചിലപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ പിന്നെ ഉണ്ടാകും. നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കൊന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്തതാണത്. ഒരു പ്രതിഷേധവും കൂടിയായിരുന്നു. അതെ, കാരണം ഇത് കുറേ നാളായിട്ട് ഈ നമ്മളുടെ ഇപ്പം ഈ മുമ്പ് ടെലിവിഷൻ സിനിമയൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു പാരലൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഈ അഴുക്ക് ആയിപ്പോകുന്നു ഇവർ കാരണം, മനസ്സിലായി. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ കാര്യം നോക്കിയാലും സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നു ഇവർ കാരണം. ഒരു വേദിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു കണ്ടൻ്റാക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ആണായാലും പെണ്ണായാലും ഒരു വസ്ത്രം ഒരു ഭാഗം പോലും മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും, അല്ലേ? അതെ. അതിപ്പോൾ അല്ലെങ്കിൽ പിന്നെ മറ്റേ ലുങ്കിയൊക്കെ പുതച്ച് വേണം ഇപ്പോൾ പോകാൻ. കാരണം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് പല ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഡിസൈനർ ഡ്രസ്സുകളൊക്കെ ഇടും. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന് ആ വസ്ത്രത്തിൻ്റെ ഡിസൈനും സൗന്ദര്യം കാണാം. പിന്നൊന്ന് അവരുടെ അവിടെ ഇവിടെയുള്ള ശരീരഭാഗങ്ങളെ ക്ലോസപ്പിൽ പകർത്തിയിട്ട് അത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ശരിയല്ല. അപ്പോൾ അത് ആരാണ് ചെയ്യുന്നതെന്ന് അറിയണം, ആളുകൾ കാണട്ടെ. കാരണം ഇവർക്കും കുടുംബമൊക്കെ ഉള്ളതാണല്ലോ. മക്കളും അവർ വിവാഹം കഴിഞ്ഞവരൊക്കെ കാണും, ഭർത്താക്കന്മാരൊക്കെ ഇതൊക്കെയാണ് പോയി ചെയ്യുന്നതെന്ന് അറിയട്ടെ. ഒപ്പം തന്നെ ഈ ആംഗിളുകളുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പലപ്പോഴും ഒരിക്കലും നേരെ ഇത് പകർത്താറില്ല. ഇവർക്ക് രണ്ട് ആംഗിളേ ഉള്ളൂ. ഒന്ന് ലോ ആംഗിൾ, താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക, പിന്നെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. മനസ്സിലായി? ഈ രണ്ടും ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിളുകളാണ്. ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആംഗിളുകളുണ്ട്, പക്ഷേ ഇവർ ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതായത് എപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഈ മുകളിൽ നിന്നും താഴെ നിന്നും ക്യാമറ വയ്ക്കുമ്പോൾ ഒരു സ്ത്രീ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അവരാഗ്രഹിക്കാത്ത ഭാഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതെ. അതിനെ അവർ വിൽപ്പന ചരക്കാക്കി മാറ്റി അവർ വിൽക്കുന്നു. അപ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാനിതിനു മുമ്പും പറഞ്ഞിരുന്നു, ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാതൊരു സത്യവുമില്ലാത്ത വാർത്തകളൊക്കെ വരുന്നത്. ഹെഡർ മാത്രമേ കാണുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും കാണില്ല. പക്ഷെ എന്നിട്ട് ആളുകളുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ട് ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കും. അപ്പോൾ ഞാനത് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ആളുകൾ ആക്ച്വലി അന്വേഷിച്ച് ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനെടുത്ത വീഡിയോ അതിനൊരുപാട് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു പലർക്കും. ഒപ്പം തന്നെ ഈ വീഡിയോ എടുത്ത സമയത്ത് അവരുടെ ഒരു റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട്. അപ്പോൾ അവർക്ക് അതിന് എന്തോ തോന്നുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു ക്രൈമാണെന്നുള്ളത്. കാര്യം അല്ലാതെ നമ്മൾ എന്തിനു മുഖം മറയ്ക്കണം? ഒരു ക്യാമറ തിരിയുമ്പോൾ നമ്മൾ മുഖം മറച്ച് ഓടിക്കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ വരുന്നവർ മുഖം മൂടി വെച്ചും പിന്നെ ക്യാമറ തിരിഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നവരെ മനുഷ്യരാണ്. അപ്പോൾ കൈൻഡ് ഓഫ് എന്താ പറയുന്ന അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും അവരൊരു ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ കൂടെ ഉള്ള സ്ത്രീകളടക്കമുള്ള സിനിമാ താരങ്ങൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ടോ ഇങ്ങനെ മാനസികമായി? അത് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന കാര്യമുണ്ട്. ഇപ്പം എനിക്ക് പരിചയമുള്ളവർ തന്നെ ഈ പാപ്പരാസി പേജുകളിൽ വരുന്ന ഓരോന്ന് കണ്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എന്താണ് ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് അവരുടെ മനസ്സിൽ വിരിയുന്ന ഒരു കഥ അങ്ങ് എഴുതുകയാണ്.
അപ്പോൾ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. ഇത് ആരാണെന്ന് അറിയണം ആളുകൾ. സാബുമോനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഈ അടുത്ത സമയത്ത് എന്നെ മഞ്ജു ചേച്ചി വിളിച്ച് പറഞ്ഞേട്ടാ നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു, മഞ്ജു പിള്ള. ആണ് പറഞ്ഞ് ഏതോ ഒരു പോർട്ടലിൽ വാർത്ത ഇട്ടേക്കാണ്. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ വേറെന്തോ ആണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞെന്നോ അങ്ങനെയൊക്കെയുള്ള എന്തോ. ഞാൻ വായിച്ചത് പോലും ഇല്ല, എനിക്ക് ലിങ്കും അയച്ചു തന്നില്ല. ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ചേച്ചിക്ക് വേറെ ആരും അയച്ചു കൊടുത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്തെ ഈ ഇത്തരക്കാരോട് എപ്പോഴെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ആരോട്? ഈ കാണുന്ന ഓൺലൈൻ എപ്പോഴും നിങ്ങൾ സഞ്ചരിക്കാൻ നേരത്തേക്ക് ഇതേപോലെയുള്ള ആളുകൾ ചുറ്റും വന്ന് നിൽക്കണല്ലോ ഈ ഓൺലൈൻ. ഞാൻ അധികം ഇവരുടെ ഇടയിൽ പോവാത്ത ഒരാളാണ്. ശരി സഖിൻ, എന്താണെങ്കിലും പ്രതികരണം എടുക്കുന്നത് തുടരുക. ഈ മേഖലയിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഷ്കാരത്തിന് ഇത് ഉതകുമോ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. ഈ സാബുമോന്റെ ഇടപെടൽ, ഈ രീതി എന്നുള്ളത്. സാബുമോനോടൊപ്പമാണ് സഖിൻ ആന്റണി ഉണ്ടായിരുന്നത്. നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു.